ചില ആളുകൾക്ക് ഹാർട്ടിന്റെ ശക്തി ആവശ്യത്തിലും കൂടുതലായിരിക്കും. അതിശക്തമായ രീതിയിൽ ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നല്ലതല്ലേ? ഒരിക്കലുമല്ല. സത്യത്തിൽ ഹാർട്ടിന്റെ ശക്തി കൂടുന്നത് എന്തുകൊണ്ടാണ് അപകടം എന്നുള്ളതും ഇത് ആർക്കൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഏത് ടെസ്റ്റിലൂടെ കണ്ടെത്താം, ഇത് ചികിത്സിക്കേണ്ടതുണ്ടോ, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ അവസ്ഥയുടെ പേരാണ് ഹൈ ഔട്ട്പുട്ട് കാർഡിയാക് സ്റ്റേറ്റ്. ഹൃദയം ഒരു സൂപ്പർമാനെ പോലെ ശക്തിയായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിലും 50-100% പമ്പിംഗ് നടക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഹൃദയങ്ങൾക്ക് ഓവർ വർക്ക് എടുക്കേണ്ടത് കാരണം പതുക്കെ പതുക്കെ ഹാർട്ട് ഫെയിലിയർ സംഭവിക്കുന്നു. ഇതുള്ളവർക്ക് വരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ഹൃദയമിടിപ്പ് എപ്പോഴും കൂടുതലായിരിക്കും. ശരീരം നല്ല വാമായിരിക്കും. എത്ര വർക്ക് എടുത്താലും ക്ഷീണം തോന്നില്ല. പലർക്കും ശരീരഭാരം കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടും. നെഞ്ചിടിപ്പ് അനുഭവപ്പെടാം. സുഹൃത്തുക്കളൊക്കെ പറയും നിനക്ക് നല്ല എനർജി ആണല്ലോ. ഇനി ഇത് സംഭവിക്കാൻ പ്രധാനമായിട്ടും 5 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം തൈറോയ്ഡ് ഹോർമോൺ കൂടുന്ന ഹൈപ്പർ തൈറോയിഡിസം. ശരീരത്തിലെ കൂടിയ മെറ്റബോളിക് ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് തൈറോയ്ഡ് ഹോർമോൺ ഹൃദയത്തെ കൊണ്ട് കൂടുതലായിട്ട് പമ്പ് ചെയ്യിക്കുകയാണ്. ഇത് തുടരുന്നത് കൊണ്ട് ഹൃദയം മാസങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ ശക്തി കുറയുകയാണ്. ഇതിനെ നമ്മൾ തൈറോടോക്സിക് കാർഡിയോ മയോപ്പതി എന്ന് പറയും. ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല എനർജി ആയിരിക്കും, പക്ഷേ ശരീരം മെലിഞ്ഞിട്ടായിരിക്കും. നല്ല നെഞ്ചിടിപ്പ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ അവസ്ഥ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കുറയുന്ന അനീമിയയാണ്. രക്തത്തിന്റെ അളവ് കുറയുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയും. ഓക്സിജന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹൃദയം കഠിനാധ്വാനം ചെയ്യുകയാണ്. ഹൈ ഔട്ട്പുട്ട് ഹൃദയത്തിന്റെ പമ്പിംഗ് കൂട്ടുകയാണ്. ഇത് കാരണം പതുക്കെ പതുക്കെ ഹൃദയത്തിന്റെ മാംസപേശികൾ സ്ട്രെച്ച് ആവുകയാണ്. ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവാം. മൂന്നാമത്തെ അവസ്ഥ ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി. സ്ഥിരമായ മദ്യപാനം ശരീരത്തിലെ രക്തധമനികളിലെ വാസോ ഡയലേഷൻ എന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഇത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദയത്തിന് ശക്തമായ രീതിയിൽ ഓവർവർക്ക് പമ്പിംഗ് കൂട്ടേണ്ടി വരികയാണ്. ഇങ്ങനെ ഹൃദയം ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നു. നാലാമത്തെ അവസ്ഥ AV മാൽഫോർമേഷൻ എന്ന് പറയും. ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ ശുദ്ധരക്തധമനികളും ചീത്തരക്തം പോകുന്ന വെയിനുകളും നോർമൽ അല്ലാത്ത രീതിയിൽ കണക്ഷൻ ഉണ്ടാവുന്ന അവസ്ഥ. ഇത് നല്ലതല്ല. ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദയം കൂടുതലായിട്ട് ശക്തിയിൽ പമ്പ് ചെയ്യേണ്ടി വരികയാണ്. അഞ്ചാമത്തെ അവസ്ഥ കിഡ്നിയുടെ അസുഖമുള്ള വ്യക്തികൾ അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ് CKD. ഇങ്ങനെയുള്ള കിഡ്നികൾ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് ഹൃദയത്തിന് ഓവറായിട്ട് പമ്പ് ചെയ്യേണ്ടി വരികയാണ്. മാത്രമല്ല കിഡ്നി രോഗികൾക്ക് രക്തക്കുറവായ അനീമിയ ഉണ്ടാവുകയും ചെയ്യും. ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവാം. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? പ്രധാനമായിട്ടും എക്കോ കാർഡിയോഗ്രാം എന്ന ടെസ്റ്റിലൂടെ തന്നെ ഹൃദയത്തിന്റെ പമ്പിംഗ് കൂടുന്ന അവസ്ഥയും ഹൈ ഔട്ട്പുട്ട് സ്റ്റേറ്റും ഹാർട്ട് ഫെയിലിയറും ഒരുമിച്ച് കണ്ടെത്താൻ സാധിക്കും. അതിനു പുറമെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നതും രക്തക്കുറവ് നോക്കുന്നതും ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്യുന്നതും നന്നായിരിക്കും. ഹാർട്ടിന്റെ പമ്പിംഗ് കൂടുന്ന വ്യക്തികളുടെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് അതിന്റെ കാരണം കണ്ടെത്തുകയാണ്. തൈറോയ്ഡ് ആണോ, രക്തക്കുറവാണോ, കിഡ്നി പ്രശ്നങ്ങളാണോ, AV മാൽഫോർമേഷൻ ആണോ, ആൽക്കഹോൾ ആണോ? ഇത് കണ്ടെത്തിയിട്ട് അതിനുള്ള കൃത്യമായ ചികിത്സ എടുക്കുക.